നാട്ടിൽ നല്ലത് നടന്നാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് നമ്മളെ അറിയിക്കാറുണ്ടോ? ഇല്ല. ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇതാണ് നമ്മുടെ മുഖ്യധാരക്കാരുടെ മാധ്യമ ലൈൻ. ബ്രിട്ടീഷ് പാപ്പരാസികളെ വെല്ലുന്ന നുണക്കഥമനയിലും പ്രചരിപ്പിക്കലുമൊക്കെയാണ് അവർക്ക് എന്നും പഥ്യം. നെഗറ്റീവ് ജേർണലിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാത്ത എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാം വിവാദമാക്കുന്നവർ വിവാദമാക്കിയ പദ്ധതിയാണ് കാരുണ്യ. ഇപ്പോഴിതാ കാരുണ്യയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് വഴി കഴിഞ്ഞ 2 വർഷത്തിൽ കേരളം നൽകിയത് 3200 കോടി രൂപയുടെ സൗജന്യ ചികിത്സ. 12.5 ലക്ഷത്തോളം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. ഇന്ത്യയിൽ ആകെ നൽകിയ സൗജന്യ ചികിത്സയുടെ 15% കേരളത്തിലാണ്. രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ആരോഗ്യ ഉത്കൃഷ്ട പുരസ്കാരം കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിന് ലഭിച്ചതും ഈ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സംസ്ഥാനത്ത് പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 41.96 ലക്ഷം കുടുംബങ്ങളിൽ 23.97 ലക്ഷം കുടുംബങ്ങൾക്കുള്ള സേവനത്തിന് മാത്രമാണ് കേന്ദ്രവിഹിതം ലഭ്യമാകുന്നത്. ഓരോ കുടുംബത്തിനും ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള കഴിഞ്ഞ വർഷത്തെ പ്രതിശീർഷ ചെലവ് 3681 രൂപയായിരുന്നു. നാഷണൽ ഹെൽത്ത് അതോറിറ്റി 1052 രൂപ പ്രീമിയം കണക്കാക്കി 631.2 രൂപ മാത്രമാണ് പ്രതിശീർഷ ചെലവായി അനുവദിക്കുക. ഇത്തരത്തിൽ പദ്ധതിയുടെ ആകെ ചെലവിൻ്റെ 10% മാത്രമാണ് കേന്ദ്രവിഹിതം. കാസ്പ് പദ്ധതിയിൽ കഴിഞ്ഞ വർഷം 1692.37 കോടി രൂപ ചെലവഴിച്ചപ്പോൾ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അനുവദിച്ചത് 151.34 കോടി രൂപ മാത്രമാണ്. കേന്ദ്രവിഹിതം 75-ൽ നിന്ന് 60% കുറച്ചത് സംസ്ഥാനത്തെ അധിക സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിട്ടിരുന്നു. കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിശീർഷ ചെലവ് പുനർനിർണ്ണയിക്കുന്നതിന് നാഷണൽ ഹെൽത്ത് അതോറിറ്റി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നിർദ്ദേശം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള സർക്കാർ ഇടപെടൽ ഫലപ്രദമായി നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.